ഹലോ ഗൈസ്. അപ്പം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുന്നൊരു കാര്യം ക്ലീയുടെ നോട്ടിഫിക്കേഷൻ വന്നോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നാലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്ലീ എൻട്രൻസ് എക്സാമിന്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ നോക്കിയിരിക്കുകയാണ് ക്ലീയുടെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ എന്തായാലും 1-2 ആഴ്ചയ്ക്കകം എന്തായാലും നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ആദ്യത്തെ കാര്യം, പഠിക്കാതെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഒരു തോന്നലുണ്ടാവും, ഇത് എത്ര നാളായി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയത്, ഈ നോട്ടിഫിക്കേഷൻ എന്താ വരാത്തത്, കുറച്ച് കാലം കഴിഞ്ഞ് പഠിക്കാം, നോട്ടിഫിക്കേഷൻ വന്നാലേ സമയമുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെ വിചാരിക്കാതിരിക്കുക. കാരണം നമ്മുടെ ക്ലീയുടെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു നോട്ടിഫിക്കേഷൻ തന്നിട്ട് ഒരാഴ്ചക്കകമൊക്കെ എക്സാം നടത്താം. അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം അവരുടെ തീരുമാനമാണ് മേലിൽ നിൽക്കുന്നത്, അവർക്ക് തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് പാനിക്കാവും, നിങ്ങൾക്ക് എക്സാം കറക്റ്റായിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോവുക, സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോവുക. ഒരിക്കലും നിങ്ങൾക്ക് എക്സാം ലേറ്റ് ആവും, സമയമുണ്ടല്ലോ എന്നൊന്നും വിചാരിക്കാതിരിക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നുള്ള കാര്യം, റാൻഡം ടോപ്പിക്സ് പഠിക്കുക. അപ്പോൾ പ്ലാൻ ഇല്ലാതെ നിങ്ങൾ തോന്നുന്ന അവിടുന്ന് ഇവിടുന്നും കുറച്ച് അതും ഇതുമൊക്കെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ കറക്റ്റായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റഡി പ്ലാൻ വെച്ച് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ഓരോന്നും കവർ ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം അടുത്ത ടോപ്പിക്കിലേക്ക് പോവുക. ഒരിക്കലും മടി വിചാരിച്ച് നിങ്ങൾ ഒരു ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാതിരിക്കുക. കാരണം എൻട്രൻസ് എക്സാമിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആ സ്കിപ്പ് ചെയ്യുന്ന ടോപ്പിക്കിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് മെയിൻ ക്വസ്റ്റ്യൻസ് വരിക. ഒരിക്കലും നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഒരു ടോപ്പിക്കും പറ്റുന്നത്രയും വിടാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ അടുത്തത് നോക്കുന്നത് എന്താണ്? ഓവർ തിങ്കിങ് ആൻഡ് ആൻസൈറ്റി. എൻട്രൻസിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഓവർ തിങ്കിങ് ആൻഡ് ആൻസൈറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുക, ഇനി എന്താണ് ഈ നോട്ടിഫിക്കേഷൻ വരാത്തത്, ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കറക്റ്റ് ആണോ, അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ഇപ്പം എൻട്രൻസ് എക്സാമിൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് സാധാരണ എക്സാം എഴുതുന്ന പോലെ തന്നെ പേടിയാണ്. അതുപോലെ തന്നെ എക്സാം എഴുതി കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും പേടിയാണ്. കാരണം നമ്മൾ സാധാരണ ബാക്കിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം BAക്കൊക്കെ നമ്മൾ നേരത്തെ ജോയിൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് LLBക്ക് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നിങ്ങൾ കുറച്ച് നാൾ ഇങ്ങനെ ബാക്കി ഫ്രണ്ട്സ് എല്ലാം ഇങ്ങനെ കോളേജിലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കും. എനിക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കും. നമുക്ക് കോളേജിലൊന്നും പോകാൻ പറ്റില്ല, നമ്മൾ വീട്ടിലാണ്, അത്രയും സമയം കിട്ടും, നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ സമയമുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നും. പക്ഷേ ആ ഒരു സമയം എത്തുമ്പോൾ നമുക്കിനി അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ എന്താവും, ഒരു വർഷം ഡ്രോപ്പ് ചെയ്യേണ്ടി വരുമോ, അങ്ങനെ പല പല ചിന്തകൾ. അപ്പോൾ ഈ ഒരു എൻട്രൻസ് എക്സാമിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഓവർ തിങ്കിങ് ആൻഡ് ആൻസൈറ്റി. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് കിട്ടാതെ ഒരിക്കലും ഇരിക്കത്തില്ല. നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോയാൽ മതി. ഒരിക്കലും നിങ്ങൾക്ക് ഈ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു തോന്നൽ വരാൻ പാടില്ല. നിങ്ങൾക്ക് പറ്റും. പിന്നെ അതുപോലെ കമ്പയറിങ് വിത്ത് അതേഴ്സ്. എല്ലാവർക്കും പ്രത്യേകമായ കഴിവുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്യാതിരിക്കുക. ഇപ്പം മാത്സ് നന്നായിട്ട് ചെയ്യുന്ന ഒരാളെ വെച്ച് നിങ്ങൾക്ക് മാത്സ് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ കമ്പയർ ചെയ്യാം. അപ്പോൾ ആ ആളിന് നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ള ലാംഗ്വേജ് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ മാറി മാറി വരാം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരാളെ കമ്പയർ ചെയ്യാൻ പാടില്ല. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് വെയിറ്റിംഗ് ഫോർ പെർഫെക്റ്റ് ടൈം. ഇപ്പം നിങ്ങൾ വിചാരിക്കും, സമയം നോക്കുമ്പോൾ ഇനി ഒരു 5 മിനിറ്റും കൂടെ 7 മണിക്കുണ്ട്, 7 മണിയായിട്ട് പഠിച്ചു തുടങ്ങാം എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് 7 മണിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. 7 മണിക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു തിരക്കിപ്പെട്ടു, ഒന്ന് 7:02 7:05 ഒക്കെ ആയി. അപ്പോൾ നിങ്ങൾ ഓർക്കും, എന്നാൽ പിന്നെ 1 മണിക്കൂറും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം, 8 മണിക്ക് നമുക്ക് പഠിച്ചു തുടങ്ങാം. അങ്ങനെ നിങ്ങൾ നോക്കിയിരുന്ന് ഒരിക്കലും നിങ്ങൾക്ക് പഠിക്കാനൊക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടി ഞാൻ നാളെ തൊട്ട് പഠിക്കാം, മറ്റന്നാൾ തൊട്ട് പഠിക്കാം, ഇങ്ങനെ നിങ്ങൾ നാളെന്ന് വെച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും പഠിക്കാനുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ പെർഫെക്റ്റ് ടൈമിന് നോക്കാതെ ഇന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റേ കൺസിസ്റ്റൻറ്റ് ആൻഡ് സ്റ്റേ ഫോക്കസ്ഡ്. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. നിങ്ങൾ സ്റ്റഡി പ്ലാൻ വെച്ച് തന്നെ കറക്റ്റായിട്ട് പോവുക. ഒരിക്കലും നിങ്ങൾ പിന്നത്തേന് വെക്കരുത്. നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. അപ്പോൾ യു ക്യാൻ ക്രാക്ക് ക്ലീ. അപ്പോൾ ഇനി അടുത്തത് നോട്ടിഫിക്കേഷൻ വന്നിട്ടായിരിക്കും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. നോട്ടിഫിക്കേഷൻ വന്നിട്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ ആയിരിക്കും അടുത്ത വീഡിയോ. അപ്പോൾ എല്ലാവരും കണക്റ്റഡ് ആയിട്ട് തന്നെ ഇരിക്കുക. ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണുക.